ആശീർവാദ കർമ്മം നിർവഹിക്കാൻ ഈ വേദിയിൽ നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കുന്ന അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ്, ഫിഷറീസ് ആൻഡ് എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ ബാബു, ശ്രീ KJ ലീനസ്, MLA ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ സർ, മറ്റ് ജനപ്രതിനിധികളെ, ലോക്കൽ മാനേജർ റവറൻ സിസ്റ്റർ റോസ്ലിൻഡ്, ഞങ്ങളുടെ വിവിധ FMM കോൺവെൻറ്റുകളിലെ ബഹുമാനപ്പെട്ട സുപ്പീരിയേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപികമാരെ, PTA പ്രസിഡന്റുമാരെ, സഹപ്രവർത്തകരെ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട റവറൻ സിസ്റ്റർ ലിസി ചക്കാലക്കൽ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന സന്യാസ സഭയാൽ നയിക്കപ്പെടുന്ന സമൂഹ സൗഹൃദ വിദ്യാലയം എന്ന ഓമന പേരുള്ള അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ സഹപാഠിക്കൊരു ഭവനം എന്ന പദ്ധതിയിലൂടെ ഞങ്ങൾ നിർമ്മിക്കുന്ന 6ാമത്തെ വീടിൻ്റെ ആശീർവാദ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. സർക്കാരിൽ നിന്നും ലഭിച്ച തുച്ഛമായ തുക കൊണ്ട് ഭവനത്തിൻ്റെ പണി ആരംഭിച്ച ശ്രീ ജോസഫ് സേവ്യർ, തികച്ചും ആകസ്മികമായി അദ്ദേഹത്തിനുണ്ടായ ഹൃദയാഘാതം ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളെയും തകർത്തു. മൂത്ത മകൾ സോന മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന മാലാഹയെ പോലൊരു പെൺകുട്ടി. ഇളയ മകൾ സ്നേഹ ഞങ്ങളുടെ വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. തങ്ങളുടെ സഹപാഠിയുടെ കുടുംബത്തിനുണ്ടായ വേദനയിൽ അവർക്ക് ആശ്വാസമേകാൻ ഞങ്ങളുടെ കുട്ടികൾ മുന്നോട്ട് വന്നു. പണം സമാഹരിക്കാൻ അവർ കണ്ടെത്തിയ വഴികൾ തികച്ചും വിചിത്രമായിരുന്നു. മനോഹരമായ മുത്തുമാലകൾ തീർത്ത് ആകർഷകമായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് അതിൻ്റെ വിൽപ്പനയും പ്രദർശനവും നടത്തി. തങ്ങളുടെ ജന്മദിനാഘോഷങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ പണം ഇതിനായി സ്വരുക്കൂട്ടി. അവരന് വേണ്ടി ഒരിറ്റ് സമയം പോലും പാഴാക്കാൻ ചെലവഴിക്കാൻ വിമുഖത കാണിക്കുന്ന ഇന്നത്തെ യുവ സമൂഹത്തിന് ഞങ്ങളുടെ കുട്ടികൾ വലിയൊരു മാതൃകയാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ക്രിയാത്മക പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യവും. അവരൻ്റെ വേദന അറിയാൻ, ആ വേദനയിൽ ഒരല്പം ആശ്വാസമേകാൻ അന്ന് പരിശുദ്ധ അമ്മ ആ കല്യാണ വീട്ടിൽ ഇടപെട്ടതുപോലെ ഒന്നിടപെടാൻ, അങ്ങനെ ഭാവിയിൽ മനുഷ്യത്വമുള്ള നല്ല വ്യക്തികളായി മാറാൻ ഞങ്ങളുടെ കുട്ടികളെ പ്രാപ്തരാക്കുക. നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ, വാരിക്കൂട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ഒരു നിമിഷം നമുക്കൊന്ന് നിൽക്കാം, ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ എവിടെയെന്ന്. അനേകർക്കായി കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെയാകാൻ, അന്യരുടെ വിശപ്പകറ്റാൻ, സ്വയം വെന്തു ചീറി നറുചോറായി മാറുന്ന നെന്മണികളെ പോലെ ആയിത്തീരാൻ ഈ പുണ്യദിനം ക്രിസ്തുമസ് നമുക്കേവർക്കും കൃപയും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ സ്നേഹത്താഴ്വരയുടെ ആശീർവാദ കർമ്മം നിർവഹിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ സന്നിഹിതനായിട്ടുള്ള അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്, ഈ വീടിൻ്റെ പണി ആരംഭിച്ചപ്പോൾ മുതൽ സിസ്റ്റർ ലിസി എന്നോട് പറയുമായിരുന്നു, ഈ വീടിൻ്റെ ആശീർവാദ കർമ്മം നമുക്ക് ആലഞ്ചേരി പിതാവിനെ കൊണ്ട് തന്നെ നിർവഹിക്കണമെന്ന്. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ പിതാവിനെ അറിയിച്ചു. സന്തോഷത്തോടെ പിതാവ് സമ്മതിച്ചു ഞങ്ങളോട്. എന്നിട്ട് പിതാവ് പറഞ്ഞു, ക്രിസ്മസ് ദിനത്തിൽ തന്നെ നമുക്ക് ഈ വീടിൻ്റെ ആശീർവാദ കർമ്മം നടത്താം. ഈ ക്രിസ്മസ് എനിക്ക് ആ എളിയവരോടുകൂടി ആഘോഷിക്കണമെന്ന്. തൻ്റെ 77ാം ജന്മദിനം വത്തിക്കാനിലെ തെരുവിലെ ഭവനരഹിതരുടെ കൂടെ ആഘോഷിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഈ എളിയവർക്കിടയിലേക്ക് കടന്നു വന്ന് ക്രിസ്തുമസ് ആഘോഷിക്കാൻ വന്ന അഭിമന്യ കർദിനാൾ പിതാവ്, സഭയും സമൂഹവും ഒന്നിക്കുന്ന ഈ സുന്ദര മുഹൂർത്തത്തിലേക്ക് FMM മാനേജ്മെന്റിന്റെ പേരിൽ, ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ പേരിൽ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പേരിൽ നിറഞ്ഞ സ്നേഹത്തോടെ പിതാവിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ KV തോമസ്,
അദ്ദേഹം ഉടനെ എത്തിച്ചേരും. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഒത്തിരി ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് എപ്പോഴും പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന ഒരു വ്യക്തി. ഒരു വിദ്യാലയം എപ്രകാരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതായിരിക്കണമെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് എപ്പോഴും പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഫിഷറീസ് ആൻഡ് എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു, ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം മറ്റൊരു ലക്ഷ്യം ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് ക്രിയാത്മക പ്രവർത്തനത്തിന് ഞങ്ങൾ ആരംഭം കുറിക്കുമ്പോഴും അദ്ദേഹത്തോട് ഞങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഒരു നല്ല സുഹൃത്തിനെ പോലെ ഞങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി രാജീവ് MP, ഒരു ജനപ്രതിനിധി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ നല്ലൊരു സുഹൃത്ത് കൂടിയാണ്. ഈ സമൂഹ സൗഹൃദ വിദ്യാലയ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ 3ാമത്തെ ഭവനത്തിന്റെ താക്കോൽദാനവും എല്ലാം നിർവഹിച്ചത് അദ്ദേഹം തന്നെയാണ്. ഏതവസരത്തിലും എപ്പോഴും ഞങ്ങളെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചി MLA ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻസ്, ഒരു MLA ആയി അദ്ദേഹത്തെ കാണാനല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, മറിച്ച് ഞങ്ങളുടെ ഒരു മൂത്ത സഹോദരൻ, ഏതാവശ്യവും ഓടിച്ചെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു മൂത്ത സഹോദരൻ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് മികച്ച നിയമപാലകനുള്ള ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതേ വേദിയിൽ വെച്ച് തന്നെ 500,000 രൂപയായ പുരസ്കാര തുക ഈ വീടിന്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി. ആ വലിയ മനസ്സിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP തങ്കച്ചൻ, ഞങ്ങൾ ഈ കടലോര പ്രദേശത്തേക്ക് കടന്നു വരുമ്പോഴെല്ലാം ഹൃദ്യമായി ഞങ്ങളെ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ KJ ലീനസ്, ഇവരെല്ലാം ഞങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം കാണിക്കുന്ന വ്യക്തിയാണ്. സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവക വികാരി റവറൻഡ് ഫാദർ ബേർലി, പിതാവ് വരുന്ന വാർത്തയറിഞ്ഞ് ഞങ്ങളെപ്പോലെ തന്നെ അതീവ സന്തുഷ്ടനായ വ്യക്തിയാണ് അച്ഛനെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും ഒത്തിരി സ്നേഹത്തോടെ ഏറെ അഭിമാനത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ റോസ്ലിൻ, ഞങ്ങളുടെ വിവിധ കോൺവെന്റുകളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നമ്മോട് ഒത്തുചേരുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാ കോൺവെന്റുകളിലും എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹപൂർവ്വം ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വിവിധ വിഭാഗങ്ങളിലെ പ്രധാന അധ്യാപകർ, PTA പ്രസിഡന്റ് ശ്രീ ചൂട്ടോ, വൈസ് പ്രസിഡന്റ് ശ്രീ റിഡ്ജൻ, LP പ്രസിഡന്റ് ശ്രീ റിഡ്ജൻ, വൈസ് പ്രസിഡന്റ് ശ്രീ ബിനോയ്, ഇവരൊക്കെ ഞങ്ങളുടെ പരിമിതികൾ കണ്ടറിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ശക്തമായി പിന്തുണയ്ക്കുന്നവരാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, ഈ 6 ഭവനങ്ങളിൽ 4 ഈ കടലോര പ്രദേശത്താണ് ഞങ്ങൾ പണിതത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ കടലോര പ്രദേശങ്ങൾ മാത്രം ഇതിനായി സ്വീകരിക്കുന്നു? ഞങ്ങൾ ഒരിക്കലും ആരെയും തിരഞ്ഞെടുക്കുകയില്ല. ആ പ്രദേശവാസികളുടെ നന്മയും കരുണയും നല്ല മനസ്സും കണ്ട് അവർക്കിടയിലേക്ക് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ്. ഇവിടെ വന്നപ്പോഴെല്ലാം ഞങ്ങളെ ഏറെ അതിശയിപ്പിച്ച ഒരു കാര്യം, ഈ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ നല്ല മനസ്സും സഹകരണവും ആത്മാർത്ഥതയും. അവരേവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബത്തിന്റെ കുടുംബനാഥൻ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹത്താഴ്വരയിലേക്കുള്ള പ്രയാണത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ഒത്തിരി അഭ്യുദയകാംക്ഷികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാധ്യമങ്ങൾ ഏറെ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ വക്താക്കളായി എപ്പോഴും ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്ന ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് അക്ഷരങ്ങളുടെ നിറച്ചാർത്ത് നൽകി, ചിത്രങ്ങളുടെ മനോഹാരിത നൽകി ലോകം മുഴുവനുമുള്ള ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന
അവരെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ അതെല്ലാം മാറ്റിവെച്ച് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഈ കുട്ടികളില്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി ഇവരാണ്. ഇവരെ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ വെള്ളി നക്ഷത്രമായ റെവൻ സിസ്റ്റർ ലിസി ചക്കാലയ്ക്ക്. തെരുവിലേക്ക് ഇറങ്ങിയാൽ അപകടങ്ങൾ ഉറപ്പാണ്, പക്ഷേ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നാലോ സുരക്ഷിതത്വവും ഉറപ്പ്. പക്ഷെ എനിക്കിഷ്ടം തെരുവിലേക്ക് ഇറങ്ങുന്ന സഭയെയാണെന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി നിറവേറ്റിക്കൊണ്ട് ഒരു സമർപ്പിത സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയുള്ളവളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് സിസ്റ്റർ ലിസി തൻ്റെ സേവന പാതയിൽ തുടരുന്നു. ഗുരു എന്ന വാക്കിനർത്ഥം ഇരുളകറ്റുന്നവനെന്നാണ്. ക്ലാസ് മുറിയിലെ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവശർക്കും ആലംബഹീനർക്കും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതത്തിൽ ഇരുളകറ്റാൻ, അവർക്ക് പ്രകാശമായി മാറാൻ, അങ്ങനെ ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കൊക്കെ അവസരം നൽകുന്ന, പ്രചോദനം നൽകുന്ന ഞങ്ങളുടെയൊക്കെ അഭിമാനമായ സിസ്റ്റർ ലിസി ചക്കാലയ്ക്കെല്ലാം ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ നല്ല മനസ്സുള്ള വ്യക്തികളെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സന്മനസ്സുള്ളവർക്ക് സമാധാനം നൽകുന്ന യേശു മനുഷ്യനെ എന്നും വിസ്മയിപ്പിക്കുന്നു. ക്രിസ്തുമസ് നാളുകളിൽ തെളിയുന്ന നക്ഷത്ര വിളക്കുകൾ യേശുവിന്റെ ആഗമനം വിളിച്ചറിയിക്കുന്നു. നമ്മെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള കർദിനാൾ മാർ ആലഞ്ചേരി പിതാവിന്റെ ഈ ആഗമനം നമ്മെ എല്ലാവരെയും വിസ്മയഭരിതരാക്കുന്നു. ക്രിസ്മസ് ദിന സന്ദേശം നൽകുന്നതിനായി അഭിവന്ദ്യ കർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി ശ്രീ കെ വി തോമസ്, നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മന്ത്രി ബഹുമാനപ്പെട്ട കെ ബാബു, എം പി ശ്രീ പി രാജീവ്, MLA പ്രസൻറ്റേഷൻ, ജില്ലാ പഞ്ചായത്ത്, മറ്റ് പഞ്ചായത്ത് മെമ്പേഴ്സായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസി, സിസ്റ്റർ റോസ്ലിൻ, ശ്രീമതി ലിലി പോൾ, മറ്റ് നമ്മുടെ ഈ ഗ്രാമവാസികളായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരന്മാർ, ഇന്ന് നല്ലൊരു സുദിനം. ക്രിസ്മസ്, ഈ സംരംഭവും സുന്ദരം, ഇതിൻ്റെ നടത്തിപ്പ് അതുപോലെ അതിലേറെ സുന്ദരം. അതിനാൽ ഇതിനോട് സഹകരിക്കുവാൻ എനിക്ക് കിട്ടിയ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ദിവസം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് സഭ മാറ്റിവെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണാധികാരികളും മാറ്റിവെച്ചിരിക്കുന്നു. അതിൽ നമുക്ക് സന്തോഷിക്കാം. ഇന്ന് ഒരു ബുധനാഴ്ചയാണല്ലോ. കഴിഞ്ഞ ബുധനാഴ്ച പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ റോമിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ ഒരു പ്ലാക്കാർഡ് വെച്ചിരിക്കുന്നു, ഭവനമില്ലാത്തവർക്ക് ഭവനം എന്ന്. ഇറ്റാലിയൻ ഭാഷയിലുള്ള ആ ബാനർ വായിച്ചിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, അഗതികളായി നടക്കുന്നവർക്ക് കുടുംബമായി ജീവിക്കുക ബുദ്ധിമുട്ടാണ്. കുടുംബമാണ് സമൂഹത്തിൻ്റെയും സഭയുടെയും അടിത്തറ. അതുകൊണ്ട് കുടുംബജീവിതം ഭദ്രമാക്കാൻ വേണ്ടി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ അഭ്യർത്ഥന സഭാമക്കളോടും സമൂഹത്തോടും ഭരണാധികാരികളോടുമാണ്. എല്ലാവരും ഒന്നുചേർന്ന് സഹകരിച്ച് ഈ സംരംഭം വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ലോകത്തോട് ആവശ്യപ്പെട്ടു. ആ ആവശ്യത്തെ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ സ്കൂളിൽ
ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, ജനപ്രതിനിധികൾ, സർക്കാർ എല്ലാം സഹകരിച്ചുകൊണ്ടുള്ള ഈ ഭവന നിർമ്മാണ പദ്ധതി, പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണ പദ്ധതി വിജയിക്കുകയാണ്. ഒരു സ്കൂള് നിർമ്മിച്ചു കൊടുക്കുന്ന 6ാമത്തെ വീടാണ് ഇതെന്ന് പറയുമ്പോൾ അവരെത്രമാത്രം തങ്ങളുടെ വിദ്യാഭ്യാസത്തെ സമൂഹത്തോടുള്ള ഒരു കടപ്പാടായിട്ട് കണ്ട് അത് കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളെയും പരിഗണിച്ചാലും പ്രകാരം ഒരു പദ്ധതി നടപ്പാക്കുന്ന ഏക സ്കൂളായിരിക്കും ഇതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. സർക്കാരുകൾ ഭവന നിർമ്മാണ പദ്ധതി മുന്നോട്ട് വെച്ച് വളരെ വിജയകരമായ രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ വിഭവശേഷി അതിനായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സർക്കാരിനെ അഭിനന്ദിക്കുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ, അതിൽ മുൻനിരയിൽ നിൽക്കുന്നവർ തന്നെ ഇതുപോലുള്ള ഒരു സംരംഭത്തോട് സഹകരിക്കുന്നു. അവരുടെ ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ജോലി നിർവഹണത്തിൽ മാത്രമല്ല, പിന്നെ അവരുടെയും സംഭാവനകളൊക്കെ നൽകിക്കൊണ്ട് ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ അവരുടെയൊക്കെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സന്തോഷിക്കുകയാണ്, അവരെ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധിമാരായിട്ടുള്ള മന്ത്രിമാരെയും MPയെയും MLAയും മറ്റ് പഞ്ചായത്ത് ഭരണാധികാരികളെയും എല്ലാം ഞാൻ നിങ്ങളുടെ പേരിൽ അഭിനന്ദിക്കുന്നു. അവർക്ക് നമ്മുടെ സഹകരണം നമുക്ക് വാഗ്ദാനം ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒരു സ്കൂളിൽ വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടത് ചെയ്തതേ ഉള്ളൂ. എന്നാൽ അവരോട് സഹകരിക്കുന്നവരെ അതിനായിട്ട് അവർ പ്രേരിപ്പിച്ചത് ചെയ്തു എന്നതിലാണ് വിജയമടങ്ങിയിരിക്കുന്നത്. സാധാരണ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി വീട് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ആ വീടിനെ പറ്റിയുള്ള നമ്മുടെ ഒരു വീക്ഷണം വളരെ ചുരുങ്ങിയതാണ്. എന്നാൽ ഞാനിവിടെ വന്ന് ഈ വീട് കണ്ടപ്പോൾ വാസ്തവത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. ഇത് ഒരു നൂറ്റാണ്ട് തന്നെ നിലനിർത്താൻ കെൽപ്പുള്ള ഒരു വീടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര സുനാമി വന്നാലും ഈ വീട് പോവുകയില്ലെന്ന് എനിക്ക് തോന്നിയിട്ടു. ഇവിടെ നിന്നും സുനാമി വരാൻ പോകുന്നില്ല, ആരും ഭയപ്പെടണ്ട. എങ്കിലും ഞാനൊരു ഉപമ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വെള്ളം കെട്ടിക്കിടന്നിരുന്നു. ആ വെള്ളക്കെട്ടെല്ലാം മാറ്റിക്കൊടുക്കാൻ വേണ്ടി മന്ത്രി K. ബാബു വളരെയേറെ സഹകരിച്ചു എന്നൊക്കെ സിസ്റ്റർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ബാബു ചെയ്യേണ്ട കാര്യമാണ്, അദ്ദേഹം അങ്ങനെയുള്ളതൊക്കെ സാധാരണ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സർക്കാരിനോടും പൊതുജനങ്ങളോടും സഭയോടും മറ്റു മതവിശ്വാസികളോടും ഒക്കെ സഹകരിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. സുമനസ്സുകളെല്ലാം ഒന്നു ചേരുന്ന സന്ദർഭമാണ്, അഥവാ ഒന്ന് ചേരേണ്ട സന്ദർഭമാണ് ഇതുപോലുള്ളത്. ഏത് നന്മ പ്രവർത്തിക്കും നമ്മൾ മതത്തിൻ്റെയോ ജാതിയുടെയോ മറ്റ് സാമുദായികമോ ആയിട്ടുള്ള പരിഗണനകൾക്കെല്ലാം അതീതമായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് ഇന്ന് സഭ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ക്രിസ്മസിൻ്റേത് ഇനി ഏതാനും നാളുകൾ കഴിഞ്ഞാൽ 2014 വരും. ആ 2014 ഇതുപോലെ കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കാലമായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് സഹകരിച്ച നമ്മുടെ കുട്ടികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ചെയ്തത്, നിങ്ങൾ ഈ നമ്മുടെ സഹോദരന് വേണ്ടി മാത്രമല്ല ചെയ്തത്, നിങ്ങൾ പാവങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് ചെയ്തത്. ഇനി നിങ്ങളുടെ ഹൃദയങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു ആഭിമുഖ്യം നിലനിൽക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പാവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്രിസ്തു ഇറങ്ങിത്തിരിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തുവിനോട് നീ ആണോ വരാനിരുന്ന രക്ഷകനെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, അന്ധർ കാണുന്നു, മറ്റ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചവരോട് ചെന്ന് പറയുവൻ എന്നാണ്. അതായത് അവിടുന്ന് ചെയ്ത പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് തൻ്റെ രക്ഷക ദൗത്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയത്. നാമും പ്രവൃത്തികൾ മൂലം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നവരാകണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ സമന്വയം ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു സന്ദേശമായി മാറണം. അങ്ങനെയുള്ള ഒരു ജീവിതശൈലി നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഏത് നിലയിലുള്ളവർക്കും തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു താങ്ങായി തീരാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ ഉള്ള ഒരു സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടേതുമായുള്ള സംസ്കാരം നമുക്ക് കൊച്ചു കേരളത്തിൽ നിന്ന്
നമ്മുടെ ഭാരതം മുഴുവനിലേക്കും ലോകത്തിലേക്കും മാതൃകയായിട്ട് കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേർന്നുകൊണ്ടും ഈ ഭവന നിർമ്മാണത്തിന് ഇതുപോലെ ഇതിനു മുമ്പ് 5 ഭവനങ്ങൾ നിർമ്മിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അതിന് നിങ്ങൾ ചെയ്ത എല്ലാവിധ സഹകരണങ്ങൾക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ 2 രൂപതകളുടേതായ ദേവാലയങ്ങളുണ്ട് ഈ കൊച്ചിയിൽ. ആലപ്പുഴ രൂപതയുടെയും കൊച്ചി രൂപതയുടെയും. ഈ 2 രൂപതയുടെയും മെത്രാന്മാർ അഭിമന്യ ജോസഫ് കരിയിൽ പിതാവിനെയും അഭിമന്യ സ്റ്റീഫൻ അത്തിപ്പുഴ പിതാവിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. നമ്മുടെ കണ്ടക്കടവ് ദേവാലയത്തിൻ്റെ വികാരിയായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബേർലി വേലിയകത്തച്ഛനാണ്. അദ്ദേഹവും ഞാനും വൈദിക വിദ്യാർത്ഥികളെന്നുള്ള നിലയിൽ സഹപാഠികളാണ്. സെമിനാരിയിൽ അദ്ദേഹം ഒരു ഗാന കോകുലമായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ദേവാലയത്തിൽ നല്ല ഗാനങ്ങൾ പാടുന്നുണ്ട്. അദ്ദേഹം വികാരി ജനറലായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തിരുന്നു. അതുകൊണ്ട് കാരണം സബ്കെട്ടിൻ്റെ വികാരിയായിരുന്നു. ഇപ്പോൾ കണ്ടക്കടകാരുടെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി അദ്ദേഹത്തെ നിങ്ങൾക്ക് വികാരിയായി ലഭിച്ചതിൽ. അദ്ദേഹം ഈ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാവിധ പ്രോത്സാഹനത്തിനും അദ്ദേഹത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ ഇനിയും വിജയമുണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സിസ്റ്റർ ലിസിക്കും അതുപോലെ തന്നെ ലിലിപ്പോളിനും സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും റോസിലിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വീടിൻ്റെ ഉടമ നമ്മുടെ ഈ അടുത്തുണ്ട്. ഈ കുടുംബത്തിന് ദൈവാനുഗ്രഹങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. വീട് വെഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വൈകല്യമുള്ള നമ്മുടെ കുഞ്ഞിനെയും അനുഗ്രഹിക്കട്ടെ കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നന്ദി പിതാവേ, ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ
ആമേൻ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പറുദീസാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ വൈതകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഇതിനെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പച്ചവിരിച്ച മുട്ടകളിൽ അവിടുന്ന് തന്നെ മേയ്ക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ നയിക്കും. അവിടുന്ന് എന്റെ കൂടെ ഉള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കുവാൻ ഞാനൊട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നും ഉണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭവനത്തെ അങ്ങയുടെ വാസസ്ഥലമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാകില്ലെന്നും ബോധ്യം ജീവിതക്ലേശങ്ങൾ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മ സർവേശ്വര എന്നേക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കുമെന്ന് അരുളി ചെയ്ത മിശിഹായേ, അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, അങ്ങേ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. സുമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലമായി ഈശ്വരന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയരാണ് ഇതിനെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കുമെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷത്തോടും ഭക്തിയോടും കൂടെ സ്നേഹിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് അർഹരാകുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗ്യമുള്ള മരണം വഴി അവസാനം വരെ അങ്ങേ പ്രാപിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകയാൽ അങ്ങയുടെ വൈതൃകമായ പരിപാലനയിൽ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങ് ഈ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഈ കുടുംബം വളർന്നു വരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ ഈ ഭവനത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നമ്മളവിടെ കൈ കൊടുക്കുന്ന നിങ്ങൾ നമ്മളെ നമുക്കൊരു ക്രിസ്മസ് സമ്മാനം.
റോയ് അവിടെ പോയി പറയാം.